മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. അറിയുന്നവൻ നമ്മെ കരുതുന്നു നമുക്കായി, അറിയുന്നവൻ നമ്മെ കരുതുന്നു നമുക്കായി. അവനു മക്കളോട് കരുണ എന്ന പോൽ തൻ സ്നേഹം വലിയവല്ലോ. അവനു മക്കളോട് കരുണ എന്ന പോൽ തൻ സ്നേഹം വലിയവല്ലോ. മനമേ വാഴ്ത്തുക നീ, എൻ പരനെ സ്തുതിക്കുക നീ. അവൻ ചെയ്ത നന്മകളൊന്നുമേ മറക്കാതെ വാഴ്ത്തുക നീ പരനെ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ T.G. മാത്യു കോന്നി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രവിക്കാം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ 49 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1-2 അധ്യായത്തിൽ നിന്നും 3-ാം അധ്യായം 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും അല്പമായി ചില ആത്മീയ സത്യങ്ങൾ വിചിന്തനം ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് അതിൻ്റെ 15 മുതലുള്ള വാക്യത്തിൽ നിന്നും അല്പമായി കടന്നു ചെന്ന് അതിൽ നിന്നും ചില ആത്മീയ ആലോചനകൾ പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെയും നാം ചിന്തിച്ചത് അതിൻ്റെ പ്രാരംഭത്തിൽ സഭയുടെ ഉള്ള അവസ്ഥ അറിയുന്ന കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ സഭയെയും വ്യത്യസ്ത നിലയിലാണ് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ഉള്ള അവസ്ഥ അറിയുന്നവൻ. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറഞ്ഞാൽ സഭയുടെ ഉള്ള അവസ്ഥ അറിയാവുന്നവൻ, സഭയുടെ നടുവിൽ ഉലാവുന്നവനായ സഭാകാന്തനായ കർത്താവ്. അപ്പോൾ അവരുടെ ഉള്ള അവസ്ഥ അറിഞ്ഞ് തന്നെ തന്നെ തൻ്റെ സ്വഭാവത്തെ പ്രാരംഭത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ ശരിയായ കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളും അവിടെ എടുത്തു കാണിക്കുന്നത് എന്ന് നമുക്ക് ആ വചനത്തിൽ കൂടെ മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെയും നമ്മൾ വായിക്കുന്നത് 15-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ ലവോദിക്യ സഭയുടെ ഉള്ള അവസ്ഥ കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, മാനുഷ്യമായ നിലയിൽ ചിന്തിച്ചാൽ ചിലപ്പോൾ ചില രഹസ്യ പാപങ്ങൾ സഭാ നേതൃത്വത്തിന് മനസ്സിലായെന്ന് വരികയില്ല, കൂടെ നടക്കുന്ന കൂട്ടുവിശ്വാസികൾക്ക് മനസ്സിലായെന്ന് വരികയില്ല. രഹസ്യപാപങ്ങൾ അങ്ങനെ വെച്ചുകൊണ്ട് സഭയിൽ വർദ്ധിക്കുന്നതായ അനേകരെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ സഭാകാന്തനായ കർത്താവിനെ സംബന്ധിച്ച് അവൻ്റെ കണ്ണിന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല എന്നുള്ളത് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവിന് സകലവും അവൻ്റെ ദൃഷ്ടിയിൽ അവൻ അറിയുന്നു, അവന് മറവായിട്ടൊന്നും ഇരിക്കുന്നില്ല എന്നുള്ളത് ഈ വേദഭാഗത്തിലൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് അവരുടെ അവസ്ഥ? അവിടെ നമ്മൾ വായിച്ചത് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ആ നിലയിലുള്ള ഒരു അവസ്ഥയാണ്. പിന്നെ ഇങ്ങനെ മന്ദോഷ്ണാവസ്ഥയിലായിരിക്കുന്ന ഒരു ആത്മീയ സ്ഥിതിയാണ് അവരെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, മന്ദോഷ്ണാവസ്ഥയിലായിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വാട്ടവെള്ളം കുടിച്ചാൽ അത് പല രോഗങ്ങൾക്കും കാരണമായിട്ട് തീരും. ഇവിടെ വേദപഠിതാക്കളുടെ ഒരു അഭിപ്രായം, ഈ ലവോദിക്യ സഭക്കാർക്ക് മനസ്സിലാകുന്ന നിലയിലാണ് അവരത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ജലസംഭരണിയുണ്ട്. അതിൻ്റെ സമീപ പ്രദേശങ്ങളായ ഹിയരപ്പൊലീസിൽ നിന്നും
അവിടുത്തെ ചൂടുറവയിൽ നിന്ന് വരുന്ന ചൂടുവെള്ളവും കൊലോസിയിൽ നിന്ന് വരുന്ന തണുത്ത വെള്ളവും ഈ ജലസംഭരണിയിലാണ് കടന്നു വരുന്നത്. അപ്പോൾ ആ വെള്ളത്തെ സംബന്ധിച്ച് അതൊരു മന്ദോഷ്ണാവസ്ഥയിലുള്ള ചൂടുവെള്ളവുമാണോ ചൂടുവെള്ളവുമല്ല, തണുത്ത വെള്ളമാണോ തണുത്ത വെള്ളവുമല്ലാത്ത ഒരവസ്ഥ, അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വാട്ടവെള്ളം എന്ന അവസ്ഥയിലാണ് അവിടെ ജലസംഭരണി ആയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം രോഗഗ്രസ്തമായിരിക്കുന്ന വെള്ളമാണ്. ഇത് കുടിക്കുന്നവർക്ക് പല രോഗങ്ങൾക്കും കാരണമായിട്ട് തീരും. അതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെയാണ് ലവോദിക്ക സഭയിലുള്ള വിശ്വാസികൾ എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. പല ആത്മീയമായ രോഗങ്ങളും ഇവരിലുണ്ട്, പാപരോഗങ്ങൾ ഇവരിലുണ്ട്. ഇത് വെച്ച് പുലർത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ സഭാകാന്തനായ കർത്താവ് പറയുന്ന വാക്ക 15-ാം വാക്യത്തിൽ തന്നെ വായിക്കുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ അവിടെ മറ്റൊരു പ്രതീക്ഷയ്ക്കൊരു വക സഭാകാന്തം പറയുകയാണ്, എന്ത്, നീ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ നിന്നിൽ നിന്നും അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നത്, ഈ സഭ ഇവിടെ പറയുന്നത് ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നതിനായിട്ട് സാധിക്കുന്നു. അവിടെ ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നിട്ടും ആത്മീയ രോഗം ബാധിച്ച് സഭ ഒരു മതോഷ്ണാവസ്ഥയിലായിരുന്നിട്ടും അവരുടെ മനോഭാവമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എന്താ അവരുടെ മനോഭാവം? അവർ സമ്പന്നരാണ്, അവർക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരോടുള്ള ബന്ധത്തിൽ സഭാകാന്തന് പറയുവാനുള്ളത് എൻ്റെ 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും നമുക്കൊരു മാറ്റമുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഈ ലവോദിക്ക സഭയെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ ഇന്ന് നമ്മളുടെ ഉള്ള അവസ്ഥ അറിയാവുന്ന കർത്താവ്, നമ്മുടെ സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവ് നമ്മെ തന്നെ ഇവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് അവിടെ പറയുന്നത്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും ആയിരിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളത് അവരെക്കുറിച്ച് കർത്താവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്നും സഭകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായ നന്മകളുടെ വെളിച്ചത്തിലാണ് അവരുടെ ആത്മീയ സ്ഥിതിയെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് നമുക്ക് ഇന്ന് അനേക ഇടങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരിക്കലും ഭൗതിക സ്ഥിതി ആത്മീയ നിലവാരത്തിന് ഒരിക്കലും അത് ശരിയായ നിലയിലുള്ള ഒരു പോക്കല്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നാം അത് മനസ്സിലായിരിക്കണം. നമുക്കറിയാം, നാം ദൈവവചനം പറയുവാൻ, സുവിശേഷം പറയുവാൻ കടന്നു പോകുന്നത് അവിശ്വാസികളുടെ ഇടയിലാണ്. സുവിശേഷം പറയുവാൻ കടന്നു പോകുമ്പോൾ അവരിൽ നിന്നും കേൾക്കുവാനുള്ളത്, ഇതുവരെയും കർത്താവ് ഞങ്ങൾക്ക് നല്ലവനായിരുന്നു, ഞങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ ചോദിച്ചതൊക്കെയും കർത്താവ് തന്നു എന്നിങ്ങനെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് അവർ ചിന്തിക്കുന്നത്, ഈ ഭൗതിക കാര്യങ്ങളൊക്കെയും കർത്താവ് തരുന്നത് കൊണ്ട് ഞങ്ങളും ഒരു കുഴപ്പവുമില്ല, ആത്മീയമായിട്ട് നല്ല നിലയിലായിരിക്കുന്നു എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. ഇത് അവിശ്വാസികളുടെ ചിന്തയാണ് ഞാനിവിടെ പറഞ്ഞത്. എന്നാൽ വിശ്വാസികളിലും ഇങ്ങനെയുള്ള മനോഭാവം ധാരാളമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നാം ഇതിനെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഉള്ള അവസ്ഥ
നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മളിൽ എന്തെങ്കിലും പ്രതീക്ഷ നമ്മുടെ കർത്താവിനുള്ളൂ, എന്തെങ്കിലും നമുക്ക് ഉന്നതിയിലേക്ക് ഈ അവസ്ഥയിൽ നിന്നൊരു രൂപാന്തരം ഉണ്ടാകുവാൻ സാധിക്കൂ എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അതിൻ്റെ 15-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് നമ്മൾ വായിച്ചതുപോലെ അവിടെ നമ്മൾ വായിച്ചത് ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ ഇവരെക്കുറിച്ച് ഒരു പ്രതീക്ഷ, അപ്പം ശീതവാനായിരുന്നെങ്കിലോ ഉഷ്ണവാനായിരുന്നെങ്കിലോ കൊള്ളായിരുന്നു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അവരിലൊരു പ്രതീക്ഷ സഭാകാന്തനുണ്ട്. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ, ഈ മന്ദോഷ്ണാവസ്ഥയിൽ യാതൊരു പ്രതീക്ഷയും തനിക്കില്ല എന്നുള്ളത് ദൈവവചന അടിസ്ഥാനത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്, സഭകളെക്കുറിച്ചുള്ള ദൂത് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള സഭകളെക്കുറിച്ചെല്ലാം ഏകദേശം നല്ല കാര്യങ്ങൾ സഭാകാന്തൻ അവിടെ എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനുശേഷമാണ് അവരുടെ കുറ്റം വെളിപ്പെടുത്തുന്നത്. സ്മുർണ സഭയെക്കുറിച്ചും ഫിലദെൽഫിയ സഭയെക്കുറിച്ചും കുറ്റമൊന്നും എടുത്ത് പറഞ്ഞില്ലെങ്കിലും ബാക്കിയുള്ള സഭകളെക്കുറിച്ച് ആ നിലയിലാണ് നമുക്ക് കാണുവാൻ. എന്നാൽ ലവോദിക്ക സഭയെക്കുറിച്ച് ഒരു നല്ല കാര്യവും സഭാകാന്തന് പറയുവാനില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വരും ദിവസങ്ങളിൽ നമ്മുടെ ഉള്ള അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒരു രൂപാന്തരം ഉണ്ടാകണം എന്ന് നാം അറിയുന്നുവെങ്കിൽ ആ നിലയിലേക്ക് കർത്താവിൽ നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് കർത്താവിൻ്റെ വചനത്തിന് നമ്മെ തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അനവധി പാരങ്ങളാൽ അനുദിനം വലഞ്ഞിടുമ്പോൾ, അനവധി പാരങ്ങളാൽ അനുദിനം വലഞ്ഞിടുമ്പോൾ, അവൻ തരും കൃപയാൽ നിറഞ്ഞു നിദിനവും വാഴ്ത്തുക നീ പരനേ. അവൻ തരും കൃപയാൽ നിറഞ്ഞു നിദിനവും വാഴ്ത്തുക നീ പരനേ. മനമേ വാഴ്ത്തുക നീ, എൻ പരനെ സ്തുതിക്കുക നീ. അവൻ ചെയ്ത നന്മകളൊന്നുമേ മറക്കാതെ